ഹായ് ഹലോ, ഇന്നത്തെ വീഡിയോ നമ്മുടെ ഫ്രണ്ട് ആമിനക്ക് വേണ്ടിയിട്ടുള്ളതാട്ടോ. ആമിന എന്ന് പറഞ്ഞാൽ നമ്മൾ പാത്തു എന്നാട്ടോ വിളിക്കുക. അപ്പോൾ പാത്തുവിന് വേണ്ടിയിട്ടുള്ള സ്പെഷ്യൽ വീഡിയോ ആണ്. അപ്പം പാത്തു ഇതേ ഫാമിലിയായിട്ട് സെറ്റിലായി ഗൾഫിലേക്ക് പോവാണ്. അപ്പം നമ്മുടെ കമ്പനിയിൽ നിന്ന് റിസൈൻ ചെയ്തു. അപ്പോൾ ചെറിയൊരു ഫെയർവെൽ പാർട്ടി നമ്മളൊന്ന് അറേഞ്ച് ചെയ്തു. ജസ്റ്റ് ഞങ്ങളുടെ ബ്രേക്ക് ടൈം എല്ലാവരും കൂടി ക്യാൻറ്റീനിൽ ഇരുന്ന് പാത്തുവിനെ കൊണ്ട് അവരവരുടെ അഭിപ്രായങ്ങളൊക്കെ പറയുകയാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് പാത്തു നമ്മുടെ വന്ന സമയത്ത് ഞങ്ങൾ വിചാരിച്ച് ഭയങ്കര ജാടിയാണ്, ഓവറൊന്നും വർത്താനം പറയത്തില്ല, കമ്പനി ആവത്തില്ല എന്ന് വിചാരിച്ച ഒരാൾ കുറച്ച് കഴിയുമ്പോൾ തന്നെ എല്ലാവരുമായിട്ടും നല്ല രീതിക്ക് തന്നെ ക്ലോസ് ആയിരുന്നു കേട്ടോ. നമ്മൾ വിചാരിച്ചതിനേക്കാളും കൂടുതൽ എല്ലാവരുമായിട്ട് അത്രയും ക്ലോസ് ആയിരുന്നു പാത്തു. അതുകൊണ്ട് തന്നെ പോകുന്ന സമയത്ത് നല്ലൊരു വിഷമം തന്നെ ഉണ്ടായിരുന്നു കേട്ടോ എല്ലാവർക്കും. എന്താ പറയണ്ടേന്ന് അറിയത്തില്ല. എന്തായാലും നല്ലൊരു ഇതിന് വേണ്ടിയിട്ട് പോകുന്നതാണല്ലോ, ഫാമിലി സെറ്റിലായി, ഇനി അവിടെ ഒരു ജോബൊക്കെ നോക്കി നല്ല രീതിയിൽ എത്തട്ടെ എന്ന് തന്നെയാണ് എല്ലാവരും നമ്മൾ പറയുന്നത്. ഡിസംബർ 31 പാത്തുടെ ലാസ്റ്റ് വർക്കിംഗ് ഡേ. അപ്പോൾ വീഡിയോ ഇടാൻ കുറച്ചൊന്ന് ലേറ്റ് ആയിപ്പോയി, ഓരോരോ തിരക്ക് കാരണം കേട്ടോ ഇച്ചിരി ഒന്ന് ഡിലേ ആയി പോയത് വീഡിയോ ഇടാനായിട്ട്. അപ്പം ന്യൂ ഇയറിന് തന്നെയാണ് പാത്തുടെ ലൈഫിൻ്റെ നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് കാലെടുത്ത് വെക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു ന്യൂ ഇയറോട് കൂടി തന്നെ പാത്തുടെ ലൈഫും പുതിയൊരു ഇതിലേക്ക് എത്തട്ടെ എന്ന് തന്നെയാണ് എല്ലാവരും വിഷ് ചെയ്തതും. ശരിക്കും പറഞ്ഞാൽ നല്ലൊരു ഫ്രണ്ട് സർക്കിൾ ഉണ്ടാക്കിയെടുക്കുക എന്ന് പറയുന്നത് അത്ര ഈസി ഉള്ള കാര്യമൊന്നുമല്ല എന്നാണ് എനിക്ക് എൻ്റെതായ ഒരു പേഴ്സണൽ അഭിപ്രായം കേട്ടോ. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് എനിക്കറിയത്തില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ ഓരോരുത്തർ ക്യാരക്ടർ ഡിഫറെൻ്റ് ആണ്. അപ്പോൾ അവരവരെ ക്യാരക്ടർ മനസ്സിലാക്കിക്കൊണ്ട് കൂടെ നിൽക്കുന്നവരാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു റിയൽ ഫ്രണ്ട്സ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും. അങ്ങനെയുള്ള ആൾക്കാരെ കിട്ടുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ട് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ആ ഒരു ഫ്രണ്ട് സർക്കിളിൻ്റെ വാല്യൂ എത്രയായിരിക്കും എന്നുള്ളതല്ലേ. കാരണം എനിക്കത് നല്ല രീതിക്ക് അറിയുന്നൊരു കാര്യം കൂടി തന്നെയാണ്. അതുകൊണ്ടാണ് ഞാൻ എൻ്റെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യം ഞാനിവിടെ പറഞ്ഞത്. അപ്പം നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ട് എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് കമൻറ്റ് ചെയ്തേക്ക് ഇട്ടോ കേട്ടോ. അപ്പം ഞങ്ങളിതേ പാത്തുവിന് നമ്മുടെ ടോക്കൺ ഓഫ് ലവ് പോലെ നമ്മുടെ കുറച്ച് ഒരു ഫോട്ടോസൊക്കെ വെച്ച് നല്ലൊരു അടിപൊളി ഫ്രെയിം കൊടുത്തിട്ടുണ്ടായിരുന്നേ. പാത്തുവിന് ഒരുപാട് ഇഷ്ടമായിരുന്നു കേട്ടോ. പിന്നെ പാത്തുവിന് ഞങ്ങളുടെ വക വേറൊരു ഗിഫ്റ്റും കൂടി കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇങ്ങനത്തെ ടൈപ്പ് ഡ്രസ്സ് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഈ ഒരു ടൈപ്പ് നോക്കിയിട്ട് വാങ്ങിക്കൊടുത്തത്. അപ്പോൾ ഈ ഒരു ഫ്രെയിം ഭയങ്കരമായിട്ട് ഇഷ്ടമായി എന്ന് പറഞ്ഞാൽ അതിങ്ങനെ എടുത്ത് നോക്കുക കേട്ടോ. പിന്നെ ലാസ്റ്റ് പാത്തുയുടെ വക ഞങ്ങൾക്ക് സ്നാക്സൊക്കെ ഉണ്ടായിരുന്നു. പാത്തുയുടെ ഉമ്മ കഷ്ടപ്പെട്ട് നമുക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കിക്കൊണ്ട് തന്നതാണ്. അപ്പോൾ പാത്തുയുടെ ഉമ്മക്കും ഞങ്ങളുടെ എല്ലാവരുടെയും ഒരു സ്പെഷ്യൽ താങ്ക്സ് അറിയിക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടിയിട്ട് അതൊക്കെ ഇരുന്ന് കഴിക്കുകയാണ്. ആ ഒരു ഹോംലി ടച്ച് ശരിക്കും പറഞ്ഞാൽ നമുക്ക് അതിൽ ഫീൽ ചെയ്ത് കേട്ടോ. പോകുന്ന സമയത്ത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കണ്ണൊക്കെ നിറഞ്ഞ് ഒരു കരച്ചിലിൻ്റെ വക്കിലൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നു. എന്നാലും മാക്സിമം പിടിച്ച് നിന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് കരയാതെ ഞങ്ങളുടെ മുന്നിൽ, കാരണം കരഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ അതും പറഞ്ഞിട്ട് വീണ്ടും കളിയാക്കൽ നല്ല രീതിക്ക് നടത്തുമെന്ന് അറിയുന്നത് കൊണ്ട് തന്നെയാണ് പിടിച്ച് നിന്നതെന്ന് ഞങ്ങൾക്ക് മനസ്സിലായിരുന്നു കേട്ടോ. അപ്പോൾ ജനുവരി 7 പാത്തുതേ ഗൾഫിലെത്തി. പോകുന്നതിൻ്റെ തലേന്ന് ഞങ്ങൾ വന്ന് ഒന്നും കൂടി കണ്ടിട്ടാട്ടോ പോയത്. അപ്പോൾ എല്ലാവരുടെയും വക പാത്തുവിന് ഓൾ ദി ബെസ്റ്റ് പറഞ്ഞിട്ട് ഞാൻ ഈ വീഡിയോ നിർത്തുന്നു.